ഹായ് ഹലോ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ നല്ല മഴ പെയ്ത് നിന്ന് ഇടുക്കിയുടെ അന്തരീക്ഷമൊക്കെ അങ്ങനെ ആസ്വദിച്ച് നിന്ന് ഇരുട്ടി വെളുത്തു. കുറച്ച് ലേറ്റ് ആയിട്ടാണ് നമ്മൾ എണീറ്റ്. രാവിലെ നല്ല തണുപ്പ്. ഒരു 10 മണിയാകുമ്പോഴും ഇതുപോലെ കോടമഞ്ഞ് ഇങ്ങനെ ഉണ്ടാവും. പിന്നെ രാവിലെ തന്നെ നല്ല കിളികളുടെ ശബ്ദം. ഈ മരത്തിൽ ഒരുത്തിനിരിക്കുന്നുണ്ട്. നമുക്ക് അവനൊന്ന് സ്പോട്ട് ചെയ്താലും. ഇവൻ ഒരുപാട് തരം ശബ്ദങ്ങളുണ്ടാക്കും. ഇപ്പൊ കേട്ടത് അവനുണ്ടാക്കിയ ശബ്ദമല്ല കേട്ടോ, അത് ആട് കരഞ്ഞു തന്നെയാണ്. അങ്ങനെ അവനെ കൊണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഇവിടെ വേറൊരുത്തൻ. പിന്നെ എങ്ങനെ കുരുമുളക് കിട്ടുന്നു പറ. ജംസ് മിഠായി തിന്നുന്ന പോലെയാണ് പച്ചിലക്കുടുക്ക വന്ന് നമ്മുടെ പഴുത്ത കുരുമുളക് പറക്കി തിന്നുന്നത്. നമ്മൾ ആദ്യം സ്പോട്ട് ചെയ്ത ആ ഇരട്ടവാലിന്റെ പേര് ദേ ഇവിടെ വന്നിരിപ്പുണ്ട്. ഇവന് ഇരട്ട വാലൊന്നുമില്ല, ഒരു വാല എങ്ങനെയോ നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. ഷൂളടിച്ചാൽ തിരിച്ചടിക്കണ പക്ഷിയാണെന്നും പറഞ്ഞ് ഷൂളം തിരിച്ചടിച്ചപ്പോഴേക്കും ആ പക്ഷി അവിടെ സ്ഥലം വിട്ടു. എന്നാൽ പിന്നെ ഇനി നമുക്ക് ഏലക്കായും ഏലവും അതിൻ്റെ കുറച്ച് സംഭവങ്ങൾ കാണാം. അപ്പം എക്സ്പ്ലെയിൻ ചെയ്യും. ഇതാണ് ഏലത്തിൻ്റെ ചെടി. ഇതിനെ നമ്മൾ തട്ട എന്ന് പറയും. ഇതാണ് ഏലത്തിൻ്റെ ശരം. ഇതിലാണ് കാ പിടിക്കുന്നത്. ഇതാണ് ഏലത്തിൻ്റെ പൂവ്. ഈ പൂവാണ് ഇതാണ് ഏലത്തിൻ്റെ പൂവ്. ഇപ്പം മഴ പെയ്തുകൊണ്ട് പൂവൊക്കെ നന്നായിട്ട് വിരിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് നമുക്ക് ഈ പൂ വിരിഞ്ഞാണ് ഈ താഴത്തേക്ക് കാണുന്ന ഓരോ കായും പിടിച്ചേക്കുന്നത്. ഇത് നമ്മൾ എപ്പോഴും കായ എടുക്കുന്നത് താഴെ നിന്നാണ്. താഴത്തെ കായാണ് ആദ്യം ഉണ്ടായത്. അപ്പോൾ ഇതായിരിക്കും ആദ്യം മൂത്തേക്കുന്നത്. ഇപ്പോൾ ഇതിലൊന്നും എടുക്കാറായിട്ടില്ല. ഇതെല്ലാം ഇപ്പോൾ പിഞ്ചാണ്. നമ്മൾ വിളവെടുപ്പ് കഴിഞ്ഞതാണ്. ഇനി അടുത്ത ഒരു 45 ദിവസമൊക്കെ കഴിയുമ്പോഴാണ് നമുക്ക് അടുത്ത സെറ്റ് എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ മഴയൊക്കെ പെയ്ത് എല്ലാം തണുത്ത് നിൽക്കുന്നുണ്ട്. എല്ലാ ചെടിയിലും ഇപ്പോൾ പൂക്കൾ വീണിട്ടുണ്ട്. അതുങ്ങൾ കാണിച്ചു നോക്കും. സൂം ചെയ്ത് കാണിച്ചു. ഈ നമ്മൾ കാണുന്ന വെളുത്ത് കാണുന്ന കുമ്മായമൊക്കെയാണ്. അപ്പോൾ മഴ പെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഏലത്തിന് ചീച്ചിലൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കുമ്മായിട്ട് വയ്ക്കും. അപ്പോൾ ഇനി മഴ പെയ്തില്ലെങ്കിൽ നമ്മൾ വെള്ളം അടിച്ച് കൊടുക്കേണ്ടി വരും. മഴ പെയ്യുവാണെങ്കിൽ അത് മണ്ണിലേക്ക് അങ്ങ് അലിഞ്ഞോളും. ഇതാണ് ഏലക്കാട്. മുകളിൽ ഒരു 5 സെന്റ് പാറ. അപ്പോൾ ഇത് എക്സ്പ്ലനേഷനൊക്കെ കഴിഞ്ഞിട്ട് ഒരാൾ അവിടെ നിന്ന് കുണുങ്ങി വരുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.